നമുക്ക് രസകരമായ ഒരു കഥയിലേക്ക് പോയാലോ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സൈക്കിളിൻ്റെ കഥയിലേക്കായിരുന്നു നമ്മൾ പോകുന്നത്. ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വാഹനമാണ് സൈക്കിൾ. എന്നാൽ ഒരു കാലത്ത് സൈക്കിളിന് പെഡലോ ചെയിനോ ബ്രേക്കോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യരുടെ യാത്രയെ മാറ്റിമറിച്ച് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലെ കഥ വളരെ രസകരമാണ്. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ബയോ 1817 സൈക്കിൾ കണ്ടുപിടിച്ച് നിർമ്മിച്ചത്. അതിന് റണ്ണിംഗ് മെഷീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈ വാഹനത്തിന് 2 ചക്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പെഡൽ ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ കാലുകൾ നിലത്ത് തള്ളിയാണ് മുന്നോട്ട് നീങ്ങിയത്. ഇന്ന് കാണുന്ന സൈക്കിളിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നെങ്കിലും സൈക്കിളിന്റെ തുടക്കം അതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1860 മുൻചക്രത്തിൽ പെഡൽ ഘടിപ്പിച്ച് പുതിയ മോഡൽ കണ്ടുപിടിച്ചതും നിർമ്മിച്ചതും. എന്നാൽ ഈ സൈക്കിൾ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റോഡിലെ ചെറിയ കുഴികൾ പോലും വളരെ വലിയ കുലുക്കം ഉണ്ടാക്കിയതിനാൽ ഇതിനെ പലരും എല്ലുകൾ കുലുക്കുന്ന വാഹനം എന്ന് വിളിച്ചിരുന്നു. 1870 മുൻചക്രം വളരെ വലുതും പിന്നിലെ ചക്രം ചെറുതുമായ സൈക്കിൾ പുറത്തിറങ്ങി. വലിയ ചക്രം കാരണം വേഗത്തിൽ പോകാൻ കഴിഞ്ഞെങ്കിലും അതിൽ നിന്ന് വീണാൽ ഗുരുതരമായ പരുക്കൾ സംഭവിക്കുമായിരുന്നു. അതിനാൽ ഇത് എല്ലാവർക്കും അനുയോജ്യമായിരുന്നില്ല. 1885 സൈക്കിളിനോട് വളരെ സാമ്യമുള്ള സേഫ്റ്റി സൈക്കിൾ നിർമ്മിച്ചു. ഇത് 2 ചക്രങ്ങളും ഒരേ വലിപ്പമുണ്ടായിരുന്നു. ചെയിൻ ഉപയോഗിച്ച് പിന്നിലെ ചക്രം തിരിയുന്ന സംവിധാനവും ഉണ്ടായിരുന്നു. പിന്നീട് റബ്ബർ ടയറുകളും മികച്ച ബ്രേക്കുകളും വന്നതോടെ സൈക്കിൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായി മാറി. ഇന്ന് സൈക്കിളിൽ ഒരു യാത്രാവാഹനം മാത്രമല്ല, ആരോഗ്യം സംരക്ഷിക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും ഇന്ധന ചെലവ് ഒഴിവാക്കാനും സഹായിക്കുന്ന മികച്ചൊരു കൂട്ടുകാരനാണെന്ന് നമുക്ക് പറയാം. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ദിവസേന സൈക്കിൾ ഉപയോഗിക്കുന്നു. കായിക മത്സരങ്ങൾ, വിനോദയാത്രകളിലും എല്ലാത്തിനും നമ്മൾ സൈക്കിളിൻ്റെ സേവനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ ബൈക്കുകൾ കൂടുതൽ ജനപ്രിയമാകുന്നുണ്ട്. ഒരു കാലത്ത് കാലുകൾ കൊണ്ട് തള്ളി നീക്കിയ ചെറിയൊരു വാഹനമായി തുടങ്ങിയ സൈക്കിൾ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രയോജനകരവും പരിസ്ഥിതി സൗഹൃദമായ യാത്രാമാർഗങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ സൈക്കിളിൻ്റെ ചരിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും സൈക്കിളിൽ യാത്ര ചെയ്യുന്നുണ്ടോ? പറയൂ. അപ്പോൾ എല്ലാവരും സൈക്കിൾ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യണേ. സൈക്കിളിൻ്റെ കണ്ടുപിടുത്തം ഗതാഗത രംഗത്ത് വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. കുതിരയോ കാളവണ്ടിയോ ഇല്ലാതെ സാധാരണക്കാർക്ക് പണ്ടൊക്കെ ദൂരെ യാത്ര ചെയ്യാൻ സാധിച്ചു. ജോലിക്ക് പോകാനും സ്കൂളിലെത്താനും സാധനങ്ങൾ കൊണ്ടുപോകാനും സൈക്കിൾ വളരെ സഹായകമായി മാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ സൈക്കിളിലെത്തിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യം സമ്പന്നർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് വില കുറഞ്ഞതോടെ സാധാരണക്കാരുടെ, കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന യാത്രാമാർഗമായി മാറി. ഒരു കാലത്ത് ഓരോ വീട്ടിലും ഒരു സൈക്കിളെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ സൈക്കിൾ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണ്. സൈക്കിൾ ഉപയോഗിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളുണ്ട്. ശരീരത്തിന് നല്ല